Hi, I am Stanley Vadakan. Keep smiling and stay positive. ഇന്ന് ഒരു വീഡിയോ ഇടാനുള്ള ഒരു പ്രത്യേക കുറേ തിരക്കിന് ശേഷം ഒരു സമയം കിട്ടിയതാണ്. അപ്പോൾ ഞാനൊരു വെയിറ്റിങ്ങിലാണ് ഒരാളെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്. ഓക്കെ, നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ കഴിഞ്ഞ് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സൊക്കെ പരീക്ഷ കഴിഞ്ഞ് ചിലർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കേണ്ടത് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു വെക്കേഷൻ തുടങ്ങുകയാണ്. അതിനുശേഷം അവർ റിസൾട്ടിനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം കുറേ ജനങ്ങളിൽ, കുറേ വിദ്യാർത്ഥികളിലും അവരുടെ രക്ഷിതാക്കളിലും ഇത്തിരി സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഉളവാക്കുന്ന കുറേ സമയമാണ്. പരീക്ഷയിൽ മാർക്ക് കിട്ടുമോ, ജയിക്കുമോ, വിചാരിച്ചത്ര സ്റ്റേജിലേക്ക് എത്തുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. ഒരു പരിധി വരെ അതുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ പരിധി വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ വരുന്നത്. ആദ്യം ഞാൻ കുട്ടികളോട് പറയുന്നത്, വെക്കേഷൻ തുടങ്ങി. അപ്പോൾ ഈ വെക്കേഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിക്കേണ്ടോ, പരീക്ഷ നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനി അതിൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പം നമ്മൾ അത് വരുന്നവരെ എന്താണെന്നുള്ള ആകുലത നമുക്ക് വേണ്ട. നമ്മൾ കംഫർട്ടബിളായിട്ടിരിക്കുക. ഇപ്പം നിങ്ങൾ കേന്ദ്രീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ കയ്യിലുള്ള ഈ 1-2 മാസത്തെ ഈ വെക്കേഷൻ എങ്ങനെ നമുക്ക് വിജയകരമാക്കാം. വിജയകരം എന്ന് ഉദ്ദേശിച്ചത് അതെങ്ങനെ നമുക്ക് ക്രിയാത്മകമായി കൊണ്ടു നടക്കാം, ഇല്ലെങ്കിൽ അതെങ്ങനെ പോസിറ്റീവായിട്ട് നമുക്കത് എടുക്കാം, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് എൻഗേജ്ഡ് ആവാം. ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു വെക്കേഷനായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള സമയം അതിനെക്കുറിച്ച് ചിന്തിക്കുക. റിസൾട്ടിന് വേണ്ടി നമുക്ക് വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇരിക്കാൻ ശ്രമിക്കാം. ഇനി എഴുതി കഴിഞ്ഞു, ഇനി അത് മാർക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ആശങ്കയിൽ നമ്മൾ സമയം കളയരുത്. നമ്മുടെ സമയം പോകുമെന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞ് റിസൾട്ട് എന്തായാലും നമ്മളത് സ്വീകരിക്കാൻ പഠിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു കടമ്പ മാത്രമാണ് 10ാം ക്ലാസ്സും 12ാം ക്ലാസ് എന്നൊക്കെ പറയുന്നത്. ഇനിയും വലിയ വലിയ കടമ്പകൾ ജീവിതത്തിൽ കടക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ടെൻഷൻ്റെയോ വിഷമത്തിൻ്റെയോ ഒരു ആവശ്യം നമ്മൾക്കില്ല. ഇത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നമ്മൾ കയറാനുള്ള രീതിയിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവുക. ഓക്കെ, ഇനി രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഇനിയുള്ള ഈ സമയങ്ങളിൽ നമ്മുടെ മക്കളെ കുറച്ച് സന്തോഷത്തിലും സമാധാനത്തിലും കൊണ്ടു നടക്കാനുള്ള ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കുക. വീട്ടിൽ നമ്മൾക്കും ടെൻഷൻ വേണ്ട. ഇത് ഒരു ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല, ലക്ഷ്യത്തിൻ്റെ അവസാനമൊന്നുമല്ല. ജീവിതത്തിലെ ലക്ഷ്യം കെടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ കുട്ടികൾ സമാധാനമായിട്ട് ജീവിക്കട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെന്നെ മാർക്ക് കിട്ടുമോ എന്നുള്ള അവഗണനകളൊന്നും പറയാതെ അവരുടെ കൂടെ നിൽക്കുക. ഇനിയുള്ള സമയം സന്തോഷകരമാക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷം ഉണ്ടാവും, മക്കൾക്കും സന്തോഷം ഉണ്ടാവും. ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വെക്കേഷൻ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ആനന്ദപ്രദമായിട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 10ഉം +2ഉം കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.